അർജുൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നേരം ഒരുപാടായിരുന്നു. വൈകിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വന്നവരിൽ പലരും തിരികെ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. കുറച്ചു പേരൊക്കെ അടുത്തുള്ളവരും ബാക്കിയുള്ളവർ കുറച്ച് അകലെയുള്ളവരുമായിരുന്നു. പിന്നെയുള്ള അടുത്ത ബന്ധുക്കളിൽ കുറച്ച് പേര് നാളെ രാവിലെ പോകാമെന്ന് കരുതി ഇന്നവിടെ തങ്ങുകയാണ്. ഞാനെന്നാൽ ഇറങ്ങുക, ഇനിയും നിന്നാൽ ഇന്ന് പോക്ക് നടക്കില്ല. അതിന് നിന്നോട് ആര് പറഞ്ഞു പോകാൻ? ഇന്നിവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോയാൽ പോരെ നിനക്ക്? അതെ, ഭദ്ര പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇന്നിവിടെ നിൽക്കർജുൻ, നാളെ രാവിലെ ഇവിടുന്ന് പോകാമല്ലോ. ഏയ് പറ്റില്ല, പോണം. പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഉണ്ടടി, വിളിക്കുമ്പോൾ പറയാം. പോട്ടെ. ശരി. പിന്നെ അവനെ നിർബന്ധിക്കാൻ പോയില്ല ഭദ്ര. ഇവിടെ ഇന്ന് എല്ലാവരുമുണ്ട്. ഉള്ളതുകൊണ്ട് തന്നെ അവൻ നിൽക്കുകയുമില്ല. അവൾക്കത് അറിയാമായിരുന്നു. വീട്ടിൽ നിറയെ ആളുകളായതുകൊണ്ട് അർജുൻ ഒരിക്കലും ഇന്നത്തെ രാത്രി ഇവിടെ നിൽക്കില്ലെന്ന്. അവൻ യാത്ര പറഞ്ഞു പോയതും ശിവൻ അവളെയും കൂട്ടി അകത്തേക്ക് കയറി. ഞങ്ങൾ രാവിലെ പോവും കേട്ടോ മോളെ. സുമയാണ് ഭദ്രയോട് കല്യാണത്തിന് വന്നവരിൽ ഏറ്റവും കൂടുതൽ മിണ്ടിയത് അവരായിരുന്നല്ലോ. രാവിലെ പോകുമോ അമ്മേ? പോണം മോളെ, രണ്ടാളും കൂടി അങ്ങോട്ട് വാ ഒരു ദിവസം, ഞാൻ വിളിക്കാം. സുമ പറഞ്ഞതും ഭദ്രയും ശിവനും അത് ശരിവെച്ചു. ശിവന് അവരോടൊന്നും അത്ര വലിയ അടുപ്പമില്ല. കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കും, പറയും. ഇപ്പോൾ തന്നെ വർഷങ്ങളായി ഇങ്ങനെ കണ്ടിട്ടും മിണ്ടിയിട്ടും. ഭദ്ര മിണ്ടുന്നത് കണ്ട് അവൻ അതിശയം തോന്നി. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവരുമായി ഇത്ര കമ്പനിയായോ? അവൻ മനസ്സിൽ ഓർക്കാതിരുന്നില്ല. ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ അവൻ മുന്നോട്ട് നടന്നു കയറി മുകളിലേക്ക് പോയതും അവൾ അവരോട് യാത്ര പറഞ്ഞു. ഇന്ന് കല്യാണത്തിന് കണ്ടപ്പോൾ ഉള്ള പരിചയമല്ലേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് നീ അവരോടൊക്കെ കമ്പനിയായോ? കൊള്ളാലോ. ഞാൻ പോലും അങ്ങനെ മിണ്ടിയിട്ടില്ല. ശിവൻ അവൾക്കൊപ്പം മുറിയിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. അത് മുൻപേ താഴെ നമ്മൾ പോയില്ലേ? അപ്പോൾ എനിക്ക് ആകെ മിണ്ടാൻ കിട്ടിയത് ആ അമ്മയെയാണ്. കൂടെ ഒരു അമ്മയും കൂടി ഉണ്ടായിരുന്നു. അവരൊക്കെ ശിവേട്ടൻ്റെ അച്ചമ്മയുടെ ബന്ധുക്കളാണെന്നാണ് പറഞ്ഞത്. അവർ രണ്ടും കൂടി എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. അവിടെ കൂടെ ഇരുന്നത് കൊണ്ട് വേറെ ആരും ഒന്നും ചോദിക്കാനോ പറയാനോ അങ്ങനെ വന്നില്ല. അതൊരു കണക്കിന് നന്നായി. അല്ലെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ? എന്തൊക്കെ ചോദിച്ച് എന്നെ അവർ ബുദ്ധിമുട്ടിപ്പിച്ചേനെ. ഇതിപ്പോൾ അതിൽ നിന്നൊക്കെ എന്നെ ഒഴിവാക്കിയത്, രക്ഷപ്പെടുത്തിയത് ഇവർ രണ്ടുപേരും കൂടിയാണ്. ഭദ്രേ, മോളിങ്ങി വന്നേ. സംസാരിച്ച് നിൽക്കുന്ന നേരമാണ് ചന്ദ്രിക അവളെ വിളിച്ച് അകത്തേക്ക് ചെന്നത്. മോളിങ്ങി വന്നേ, ഒരു കാര്യമുണ്ട്. എന്താ അമ്മേ? അതൊക്കെ വന്നിട്ട് പറയാം, ഞങ്ങളിപ്പോൾ വരാം. ശിവനോട് പറഞ്ഞിട്ട് ഭദ്രയും കൂട്ടി പുറത്തേക്കിറങ്ങി ചന്ദ്രിക. അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ അമ്മയ്ക്കൊപ്പം പോകുന്നത് ശിവൻ നോക്കി നിന്നു. എന്തായിരിക്കും? എന്തോ കാര്യമുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും അവളെ കാണണമെന്ന് പറഞ്ഞു കാണും. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബെഡിലേക്കിരുന്നതും അവൻ്റെ കണ്ണുകൾ ഒരു ഗിഫ്റ്റ് ബോക്സിലേക്ക് നീണ്ടു. പതിയെ കൈനീട്ടി അവനത് കയ്യിലെടുത്തു. അത്യാവശ്യം വലുപ്പമുള്ളതാണ്. കല്യാണത്തിന് വന്നവരെല്ലാം തന്ന ഗിഫ്റ്റെല്ലാം മറ്റൊരു മുറിയിലാണ് വെച്ചിരിക്കുന്നത്. സമയം പോലെ തുറന്നു നോക്കാമെന്ന് കരുതി ഒന്നുപോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല. ഇതിപ്പോൾ പിന്നെ ആര് കൊണ്ടുവച്ചതാകും? ശിവൻ ബോക്സ് എടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയതും അതിലൊരു പേര് ചെറുതായി എഴുതിയിരിക്കുന്നത് കണ്ട് അവനത് സൂക്ഷിച്ചു നോക്കി. എൻ്റെ പെങ്ങളൂട്ടിക്ക്. അവൻ ആ പേര് വായിച്ചതും കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ഇതാരാണ് ഇവിടെ കൊണ്ടുവച്ചതെന്നറിയാൻ. അർജുൻ. ശിവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. വെറുതെയെങ്കിലും താൻ ഓർത്തിരുന്നു അർജുൻ അവൾക്ക് ഗിഫ്റ്റൊന്നും കൊടുത്തില്ലല്ലോ എന്ന്. അത്ര സ്നേഹത്തിൽ നിൽക്കുമ്പോൾ സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് അവൾക്കായി എന്തെങ്കിലും ചെറുതാണെങ്കിലും ഒരു സമ്മാനം കരുതാതെ ഇരിക്കുമോ? അർജുൻ നേരിട്ട് തരാതെ എന്താകും ഇങ്ങനെ റൂമിൽ കൊണ്ടുവച്ചിട്ട് പോയത്? ചിലപ്പോൾ അവളും ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ച് കാണും. നേരിട്ട് കയ്യിൽ കൊടുക്കുന്നതിനേക്കാൾ അവൾക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയാവും ഇങ്ങനെ കൊടുക്കാമെന്ന് കരുതി വെച്ചിട്ട് പോയത്. ശിവൻ ആദ്യം തുറക്കാനോ വേണ്ടയോ എന്ന് ആലോചിച്ചു. ഭദ്രയ്ക്കുള്ള ഗിഫ്റ്റ് അല്ലേ, അത് ഞാൻ തുറന്ന്. നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ശിവൻ. അവളിപ്പോൾ കയറി വരുമല്ലോ. നിന്റെ ഭാര്യയ്ക്ക് വന്ന ഗിഫ്റ്റാണെങ്കിലും നിനക്ക് കൂടി അവകാശമില്ലേ? നീ അവൾക്ക് അന്യനൊന്നുമല്ലല്ലോ. ഒരു ഗിഫ്റ്റ് ബോക്സ് തുറക്കാൻ കുറഞ്ഞ നേരം കൊണ്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടിയിരുന്നു. പക്ഷേ അതിലെന്താണെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് പതിയെ ഗിഫ്റ്റ് ബോക്സിൻ്റെ കെട്ടഴിച്ചു. അർജുൻ്റെ ഗിഫ്റ്റ് തുറന്നതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഒരു സ്വർണത്തിൻ്റെ കൊലുസായിരുന്നു അതിനുള്ളിൽ. അത് മാത്രമല്ല, ഒരു ചെറിയ മാലയും ഒരു മോതിരവുമുണ്ട്. അതൊക്കെ പ്രത്യേകം ബോക്സിലാണ് അതിനുള്ളിൽ തന്നെ വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചൊരു എഴുത്തോ അവളോട് പറയാനോ ഒരു സന്ദേശമോ ഒന്നും തന്നെയില്ല. അവൻ ആ ബോക്സ് വെച്ചിട്ട് അതിനുള്ളിലുള്ളതെല്ലാം കയ്യിലെടുത്തു. എല്ലാം പ്രത്യേക ഭംഗിയുണ്ട്. കൂടെ ഒരു വാച്ചുമുണ്ട്. അത് തനിക്കുള്ളതാണെന്ന് അവന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി.
നല്ല ബ്രാൻഡ് നോക്കിയാണ് അവനത് വാങ്ങിയിരിക്കുന്നതും. താൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് നോക്കിയാകും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ. അതൊക്കെ അവൻ നോക്കിയിരുന്നു നേരത്തെ തന്നെ. അകത്തേക്ക് കയറി വരുന്നവൾ കാണുന്നത് ശിവൻ എന്തൊക്കെയോ ബെഡിലേക്ക് വെച്ച് നോക്കുന്നതാണ്. ഒരു നിമിഷം അവളെ കണ്ട് അവൻ്റെ കണ്ണുകളും വിടർന്നു. അമ്മ വിളിച്ചുകൊണ്ട് പോയത് ആദ്യ രാത്രിക്ക് വേണ്ടി ഒരുക്കാനായിരുന്നല്ലേ? കൊള്ളാം, നല്ല സുന്ദരിയായിട്ടുണ്ട്, അവൻ അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു. അവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നവൻ. ഒരു ഗോൾഡൻ കരയുള്ള സെറ്റ് സാരിയും കറുത്ത കളറുള്ള ബ്ലൗസുമാണ് വേഷം. കഴുത്തിൽ താൻ കെട്ടിക്കൊടുത്ത താലിയും അതിനോട് ചേർന്ന് മാലയും കിടപ്പുണ്ട്. ചരട് മാറ്റി മാലയിലേക്കിടാൻ ഇനിയും ദിവസങ്ങളുണ്ട്. നെറുകയിൽ ഇന്നലെ വരെ കാണാത്ത ഒരു ചുമപ്പ് തിളക്കം അവൾക്കത് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട്. മൊത്തത്തിൽ അവളെ സുന്ദരിയാക്കിയിട്ടുണ്ട് ഈ വേഷം. ശിവൻ്റെ നോട്ടം കണ്ടതും ഭദ്രയുടെ മുഖത്തൊരു നാണമാണ്. അമ്മ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ വെറുതെയെങ്കിലും മനസ്സിൽ തോന്നിയിരുന്നു ഇതായിരിക്കും കാര്യമെന്ന്. സിനിമയിലും സീരിയലുമൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണല്ലോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ രാത്രി ഇങ്ങനെ ചില ഒരുക്കങ്ങളൊക്കെ ഉണ്ടെന്ന്. ആ സമയത്ത് കിടക്കും മുൻപേ ആരെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതും ഒരുക്കി വിടുന്നതുമൊക്കെ. അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കും. അവൻ്റെ സൗമ്യമായുള്ള വിളിയിൽ അവളുടെ നെഞ്ചിടിപ്പേറി. പതിവില്ലാതെ അവനടുത്തേക്ക് ചെല്ലാൻ ആകെ ഒരു വെപ്രാളം. പതിയെ വിറച്ചു വിറച്ചാണ് അവനടുത്തേക്ക് ചെന്നിരിക്കുന്നത്. കണ്ണുകൾ പറിച്ചു മാറ്റാതെയുള്ള നോട്ടം, അത് സഹിക്കാൻ കഴിയാത്തതുപോലെ അവൾ പതിയെ ബെഡിലേക്കിരുന്നു. ഇത് കണ്ടോ നീ? അവൻ്റെ ശബ്ദം കേട്ടതും അവൾ തലചരിച്ച് അവൻ്റെ കയ്യിലിരിക്കുന്നതിലേക്ക് നോക്കി. ഇതെന്താ ശിവേട്ടാ, മാലയൊക്കെ ശിവേട്ടൻ വാങ്ങിയതാണോ അതോ ആരെങ്കിലും ഗിഫ്റ്റ് തന്നതാണോ? അവൻ്റെ കുറച്ചടുത്തായി ഇരിക്കുന്ന ഗിഫ്റ്റ് ബോക്സിലേക്ക് നോക്കിയാണ് ചോദിക്കുന്നത്. ശിവനൊന്ന് ചിരിച്ചു. ഇതെനിക്ക് കിട്ടിയ ഗിഫ്റ്റല്ല, അർജുൻ അവൻ്റെ പെങ്ങൾക്ക് വെച്ചിട്ട് പോയ ഗിഫ്റ്റാണ്. ശിവൻ പറയുന്നത് മുഴുവൻ കേൾക്കും മുന്നേ ഭദ്ര അതെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തൻ്റെ മടിയിലേക്ക് വെച്ച് നോക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ കണ്ണൊക്കെ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. ഗിഫ്റ്റ് എന്നതിനേക്കാൾ അവൻ എന്തെങ്കിലും തനിക്ക് തന്നിരുന്നു എന്നതായിരുന്നു അവളെ ഏറെ സന്തോഷിപ്പിച്ചത്. ശിവൻ അവളുടെ മുഖത്ത് തെളിയുന്ന ഭാവങ്ങളെല്ലാം നോക്കിക്കാണുവാണ്. അവൾ ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിരുന്നെന്ന് വ്യക്തമാണ്. അതവളുടെ മുഖത്ത് നിന്ന് അറിയാൻ പറ്റുന്നുണ്ട്. പാവം, അവളോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി അവൻ ആ നിമിഷം. എന്തിനാ കരയുന്നേ? ഗിഫ്റ്റ് കിട്ടിയതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇങ്ങനെ കരഞ്ഞു കുളമാക്കി ഇന്നത്തെ രാത്രി നശിപ്പിക്കരുത് കേട്ടോ. സന്തോഷം കൊണ്ടാ. ഞാൻ പ്രതീക്ഷിച്ചതാണ് അവൻ എന്തെങ്കിലും എനിക്ക് കൊണ്ടുതരുമെന്ന്. രാവിലെ മുതൽ അവൻ ഓട്ടമായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ നേരമല്ലേ നമ്മൾ അവനെ കാണുന്നത്. അന്നേരം അവൻ ഒന്നും തരാതെ പോയപ്പോൾ പോലും ചെറിയ വിഷമം തോന്നിയിരുന്നു പലതവണ. പിന്നീട് അവനെ കണ്ടപ്പോഴും എന്തെങ്കിലും. പക്ഷേ അവസാനം മുൻപേ അവൻ പോയപ്പോൾ ശരിക്കും എനിക്ക് വിഷമം തോന്നി. എനിക്കൊരു മുട്ടായിയാണെങ്കിലും അവൻ തന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു. എല്ലാവരും വീണ പോലും എനിക്ക് ഓരോന്ന് കൊണ്ടു തന്നപ്പോൾ ഞാൻ പറയാതെ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരുന്ന അവനിന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമായിട്ടും അതിന് അവന് മുന്നിൽ നിന്നിട്ടും എനിക്കെന്തേ ഒന്നും കരുതാഞ്ഞത് എന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിരുന്നു ശിവേട്ടാ. പുറമേ ഞാനതൊന്നും പറയാഞ്ഞതാണെന്ന് മാത്രം. ശരിക്കും എനിക്ക് വിഷമം വന്നിരുന്നു. ഹാ, എന്നിട്ടിപ്പോഴാണോ പറയുന്നേ? അവളൊന്ന് ചിരിച്ചു. അവളുടെ മുഖത്ത് ഇപ്പോഴാണ് ശരിക്കും ഒരു തെളിച്ചം വന്നതെന്ന് അവന് തോന്നി. ഒരുപാട് പൈസയായി കാണും, ഇതൊന്നും വേണ്ടായിരുന്നു. ഒരു ചുരിദാർ സെറ്റ് വാങ്ങിത്തന്നാലും മതിയായിരുന്നു. എനിക്കവൻ എന്തൊക്കെ വാങ്ങിത്തന്നിട്ടുണ്ടെന്നോ? ആഹാ, അത് കൊള്ളാം. ഇത്രയും നേരം അവനൊന്നും വാങ്ങിത്തന്നില്ലെന്ന് പറഞ്ഞായിരുന്നു സങ്കടം. ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അതിന് വില കൂടിയതോ ഇപ്പോൾ കുഴപ്പം? അതല്ല, ഞാൻ ഒന്നും പറയണ്ട. അവൻ നിനക്ക് എന്ത് തന്നാലും അതധികമാകില്ല അവന് നിന്നോടുള്ള സ്നേഹം. അവൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം കൊണ്ടാണ് അവൻ ഇത്രയും വലിയ ഗിഫ്റ്റ് നിനക്ക് തന്നത്. ഇനി ഇവിടെ ഇരുന്ന് അതിൻ്റെ വിലയും പറഞ്ഞ് കരയരുത് കേട്ടോ. അവളുടെ കവിളിൽ തട്ടി പറഞ്ഞതും ഭദ്ര മെല്ലെ ചിരിച്ചു. ഇനി എന്താ പരിപാടി? ഇതൊക്കെ ഇട്ടു നോക്കുന്നില്ലേ നീ? എനിക്ക് ഈ മാലയാണ് ഒരുപാട് ഇഷ്ടമായത്. അവന് ശരിക്കും വാങ്ങാനറിയാം. അർജുനെപ്പറ്റി ശിവൻ പറയുന്ന ഓരോ വാക്കുകളും ഭദ്രയ്ക്ക് ഒരുപാട് സന്തോഷം തരുന്നവയാണ്. അവനെ കണ്ണിന് കാണാൻ പാടില്ലാതെ ഒരു സമയത്ത് അകറ്റി നിർത്തിയ മനുഷ്യനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇന്ന് കല്യാണത്തിന് തന്നേക്കാൾ മുന്നേ അവനെ ഓരോന്നിനും വിളിക്കുന്നതും കൂടെ നിർത്തുന്നതുമൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി. എന്നെപ്പോലെ തന്നെ അവനെ സ്നേഹിക്കാനും കൂടെ നിർത്താനും ശിവേട്ടനും കഴിയണേ എന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ നടന്നു. ഭദ്ര ആഗ്രഹിച്ചതിനേക്കാൾ ഒരുപാട് ദൈവം ഭദ്രയ്ക്ക് നൽകി. അമ്മ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. മുകളിലിരുന്ന് സ്വന്തം മകൾ താൻ പോയാൽ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ള ഭയത്തിൽ ഓരോ ദിവസം ജീവിച്ചൊരമ്മ പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ പോകേണ്ടി വന്നപ്പോൾ എന്തുമാത്രം വേദനിച്ച് കാണും അമ്മയുടെ ആത്മാവ്. അപ്പോഴും അമ്മയ്ക്കറിയാമായിരുന്നു അർജുൻ എനിക്കൊപ്പം ഉണ്ടാവുമെന്ന്. ഒരു സഹോദരനായി കാവലായി എന്നും
ഇപ്പോൾ ശിവേട്ടനും ഭദ്ര ഒറ്റയ്ക്കല്ലമ്മേ, ഇനി ഒരിക്കലും ഒറ്റയ്ക്കാവുകയുമില്ല. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ എന്നും സമാധാനത്തോടെ ഇരിക്കാം. എന്താലോചിക്കുവാ നീ? ഇതൊക്കെ ഇട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഭദ്ര ഓരോന്നായി എടുത്തിടാൻ തുടങ്ങി. എല്ലാം നോക്കി അവളുടെ അടുത്തിരിക്കുന്നവൻ്റെ മുഖത്തൊരു ചിരിയുണ്ട്. തൻ്റെ പ്രിയതമയ്ക്ക് മാത്രമായി അവനിൽ വെടിയുന്ന ഒന്ന്. മറ്റാർക്കും അവൻ്റെ ഇത്തരം ഭാവങ്ങൾ അറിയുകയുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ അവനെന്നും ഗൗരവക്കാരനും ദേഷ്യക്കാരനുമാണ്. നാളെ സൺഡേ ആയതുകൊണ്ട് സ്റ്റോറിയില്ല, തിങ്കളാഴ്ച ഇട്ടേക്കാം. പിന്നെ സ്റ്റോറി വലിച്ചു നീട്ടുന്നതല്ല, എഴുതി വരുമ്പോൾ കുറച്ച് കൂടിപ്പോകുന്നതാണ്. എത്രയും പെട്ടെന്ന് സ്റ്റോറി അവസാനിപ്പിക്കുന്നതാണ്. കാത്തിരുന്ന് വായിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം.